ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് 2021 നടന്ന LDC മെയിൻസ് എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ആൻസേഴ്സാണ്. ഖാദി ബോർഡ് LDC 2024 LGS എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയധികം ഉപയോഗപ്രദമായൊരു വീഡിയോയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും മോക്ക് ടെസ്റ്റിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മലനാട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശമാണ് മലനാട്. അടുത്ത ചോദ്യം നോക്കാം. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം. അടുത്ത ചോദ്യം നോക്കാം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, നർമ്മദ, താപ്തി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. അപ്പോൾ നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദക്ഷിണ ഗംഗോത്രി. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ്. അടുത്ത ചോദ്യം നോക്കാം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ എ ആണ്, നാഥുല ചുരം. അപ്പോൾ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരമാണ്. അടുത്ത ചോദ്യം. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2. അപ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തി. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം നോക്കാം. നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മറാത്തി. അപ്പോൾ മറാത്തി ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ് നിബന്ധമാല. അപ്പോൾ നിബന്ധമാല ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി മറാത്തി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. പുതിയതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിനർവാരിയ പെൻഡാലി. അപ്പോൾ മിനർവാരിയ പെൻഡാലി എന്ന പുതിയ ഇനം തവള ഇനത്തിനെയാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗുരുഗ്രാം. അപ്പോൾ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത്. അടുത്ത ചോദ്യം നോക്കാം. സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വികിരണം. അപ്പോൾ വികിരണം വഴിയാണ് സൂര്യതാപം ഭൂമിയിലെത്തുന്നത്. അടുത്ത ചോദ്യം. നിസ്സഹരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കൃഷിയിടങ്ങൾ തരിച്ചിടുക. അപ്പോൾ നിസ്സഹരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെട്ടിരുന്നതൊക്കെ നോക്കാം. നികുതി നൽകാതിരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഇതൊക്കെയായിരുന്നു നിസ്സഹരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്ഥിര വിനിമയ നിരക്ക്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ഥിര വിനിമയ നിരക്ക്. അടുത്ത ചോദ്യം നോക്കാം. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒഡീഷ. അപ്പോൾ ഒഡീഷയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം. WTO ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1995. അപ്പോൾ 1995 WTO ലോക വ്യാപാര സംഘടന സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. അപ്പോൾ സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. അടുത്ത ചോദ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജീവ് കുമാർ. അപ്പോൾ രാജീവ് കുമാറാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. അടുത്ത ചോദ്യം. 2019-2020 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള ഗ്രോസ് വാല്യൂ ആഡഡ് കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 18%. അപ്പോൾ 2019-20 വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം 18% ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം.
ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3, 4. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കേരള സെൻറ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. അപ്പോൾ കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കേരള സെൻറ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം. 3ഉം 4ഉം ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനം അല്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നിവയൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നിവയൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. നിലവിലെ കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർ ബിന്ദു. അപ്പോൾ ആർ ബിന്ദു ആണ് നിലവിലെ കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം. കേരളത്തിലെ നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വനിതാ മേയർമാർ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3. അപ്പോൾ നിലവിൽ 3 മുനിസിപ്പൽ കോർപ്പറേഷൻ വനിതാ മേയർമാർ ഉണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 157. അപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 157 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. ഇതൊക്കെയാണെന്ന് നോക്കാം. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. 1989 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. ജാതി, മതവർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അടുത്ത ചോദ്യം നോക്കാം. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അരുൺ കുമാർ മിശ്ര. അപ്പോൾ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്രയാണ്. അടുത്ത ചോദ്യം നോക്കാം. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. ഇതൊക്കെയാണെന്ന് നോക്കാം. 1. 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. ഭരണഘടനയുടെ 10ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം. അപ്പോൾ 2ഉം 4ഉമാണ് ശരിയല്ലാത്ത ജോഡികൾ. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികൾ. അടുത്ത ചോദ്യം നോക്കാം. കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 മാത്രം. അപ്പോൾ കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവൻ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5 മുതൽ 11 വരെ. അപ്പോൾ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിളുകൾ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം. അപ്പോൾ മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർമാർ. അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മെമ്പർമാരാണ് മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും. അടുത്ത ചോദ്യം.
ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടോണോപ്ലാസ്റ്റ്. അപ്പോൾ ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ധാതുക്കൾ. ദഹനരസത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ധാതുക്കളാണ്. അപ്പോൾ പ്രോട്ടീനും കൊഴുപ്പും ധാന്യവും ദഹനത്തിന് വിധേയമാകുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1, 2, 4 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. 4 ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1056. അപ്പോൾ 1056 കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്ത ചോദ്യം നോക്കാം. KASP വിപുലീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് KASP. അടുത്ത ചോദ്യം, പാപ് സ്മിയർ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധന ആണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഗർഭാശയമുഖ അർബുദം. അപ്പോൾ ഗർഭാശയമുഖ അർബുദം തിരിച്ചറിയാനുള്ള പരിശോധനയാണ് പാപ് സ്മിയർ ടെസ്റ്റ്. അടുത്ത ചോദ്യം, വിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് ബ്ലൈൻഡ്നെസ്. ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ട അസുഖമാണ് വിഷൻ 2020 എന്നത്. അടുത്ത ചോദ്യം, മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ജീവി. ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രോട്ടോസോവ. അപ്പോൾ പ്രോട്ടോസോവ കാരണമാണ് മലമ്പനി ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിയും. ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിലെ വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവയാണ്. ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെ വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കാത്തവയുമാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, വജ്രത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. വജ്രത്തിന് ഉയർന്ന താപചാലകത ഉണ്ട്. അപ്പോൾ കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡി സബ് ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡി സബ് ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2 വനിതാ ശാസ്ത്രജ്ഞരായ ഇമ്മാനുവൽ കാർപെൻറ്റിയർ, ജെന്നിഫർ എ ഡൗട്ട്ന എന്നിവർക്കാണ് ലഭിച്ചത്. ഇവർക്ക് ഈ പുരസ്കാരം ലഭിക്കാൻ സഹായിച്ച കണ്ടെത്തൽ അല്ലെങ്കിൽ നേട്ടം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിന്. അപ്പോൾ 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2 വനിതാ ശാസ്ത്രജ്ഞരായ ഇമ്മാനുവൽ കാർപെൻറ്റിയർ, ജെന്നിഫർ എ ഡൗട്ട്ന എന്നിവർക്കാണ് ലഭിച്ചത്. ഇവർക്ക് ഈ പുരസ്കാരം ലഭിക്കാൻ സഹായിച്ച കണ്ടെത്തൽ അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത് CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചതിനാണ്. അടുത്ത ചോദ്യം, വജ്രത്തിൻ്റെ കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ഒരു രാജ്യത്തെ ഗവേഷകർ വികസിപ്പിക്കുകയുണ്ടായി. AM3 എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഗ്ലാസ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചൈന. അപ്പോൾ ചൈനയാണ് വജ്രത്തിൻ്റെ കാഠിന്യമുള്ള ഗ്ലാസ് വികസിപ്പിച്ചത്. ആ ഗ്ലാസിൻ്റെ പേരാണ് AM3. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2, 3. അപ്പോൾ പ്രാവിനും ആനയ്ക്കുമാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം ശ്രവിക്കാൻ കഴിയുക. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായവ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2, 4. എന്തൊക്കെയാണെന്ന് നോക്കാം. 2, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന അനുപാതിക സംഖ്യയാണ് അതിൻ്റെ താപനില. അപ്പോൾ ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിൻ്റെ താപനില.
താപനിലകളിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജം ഒഴുകുന്നത്. അപ്പോൾ താപനിലകളിലെ വ്യത്യാസം മൂലമാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജം ഒഴുകുന്നത്. അടുത്ത ചോദ്യം, ഒരു റിയർ വ്യൂ മിററിൻ്റെ വക്രതാരം 12 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 6 മീറ്റർ. അപ്പോൾ ഒരു റിയർ വ്യൂ മിററിൻ്റെ വക്രതാരം 12 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം 6 മീറ്റർ ആണ്. അടുത്ത ചോദ്യം, 2021 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-51 വിക്ഷേപിച്ച ആമസോണിയ 1 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ബ്രസീൽ. അപ്പോൾ ബ്രസീലിൻ്റെ ഉപഗ്രഹമായ ആമസോണിയ 1 ആണ് 2021 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-51 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് 3 പേരാണ് അർഹരായത്. ഇവരിലൊരാളായ റോജർ പെൻറോസിൻ്റെ ഏത് കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിന് ഇതിന് അർഹനാക്കിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് തെളിയിച്ചതിന്. 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് 3 പേരാണ് അർഹരായത്. അവരിൽ ഒരാളായ റോജർ പെൻറോസിൻ്റെ കണ്ടുപിടുത്തം ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് തെളിയിച്ചതായിരുന്നു. അതിനാണ് അദ്ദേഹത്തിന് റോജർ പെൻറോസിന് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കലാമണ്ഡലം ദേവകി. അപ്പോൾ കലാമണ്ഡലം ദേവകിയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത. അടുത്ത ചോദ്യം, ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ഓഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 105. അപ്പോൾ ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ഓഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 105 ആണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയ പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. OM നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ആദ്യമായി ഫുട്ബോളിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് സയ്യിദ് നസീമുദ്ദീനാണ്. ആദ്യമായി ഹോക്കിയിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത് 2000 അടുത്ത ചോദ്യം നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ആർ ഈശ്വരപിള്ള. അപ്പോൾ ആർ ഈശ്വരപിള്ളയാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി രചിച്ചത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ചതിൽ ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് 1998 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് 2011 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2007 അടുത്ത ചോദ്യം, 2021 ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെൻ്ററി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മൈ ഒക്ടോപ്പസ് ടീച്ചർ. അപ്പോൾ മൈ ഒക്ടോപ്പസ് ടീച്ചർ എന്ന ഡോക്യുമെൻ്ററിക്കാണ് 2021 ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ നൽകിയ പ്രസ്താവനകളിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയെന്ന് നോക്കാം. പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ബെൽജിയമാണ്. വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയത് കാനഡയാണ്. വനിതാ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലൻഡ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. വെബ് പേജുകളിലെ കീവേഡുകൾ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്പൈഡർ. അപ്പോൾ വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് സ്പൈഡർ. അടുത്ത ചോദ്യം നോക്കാം. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ? ഉത്തരം ഓപ്ഷൻ സി ആണ് 66E. അപ്പോൾ സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷനാണ് 66E. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം മാത്രം. അപ്പോൾ ഇങ്ക്ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററുമാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ. അപ്പോൾ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററും. അടുത്ത ചോദ്യം നോക്കാം. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ? ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ സജി ഗോപിനാഥ്. അപ്പോൾ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. അടുത്ത ചോദ്യം നോക്കാം. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ? ഉത്തരം ഓപ്ഷൻ സി ആണ് സമഗ്ര. അപ്പോൾ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള
കൈറ്റിൻ്റെ പോർട്ടലാണ് സമഗ്ര. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനയുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ശരിയായത് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനവും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. അടുത്ത ചോദ്യം നോക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറയുന്നതിൽ ആർക്കും നൽകാവുന്നതാണ്. അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനയ്ക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയല്ല. അപ്പോൾ 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം. ഇതൊക്കെയാണ് 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് DIR ഫയൽ ചെയ്യേണ്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് DIR ഫയൽ ചെയ്യേണ്ടത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ഉത്തരം ഓപ്ഷൻ എ ആണ്. 60 വയസ്സോ മുകളിലോ ഉള്ളവർ. അപ്പോൾ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരാണ് 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അരുൺകുമാർ മിശ്ര. അപ്പോൾ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തതാരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കുന്നവരാണ് ഗവർണറും മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയും. അടുത്ത ചോദ്യം. -4, -7, -10 എന്ന സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 ശരി 2 തെറ്റുമാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1 ശരിയും 2 തെറ്റുമാണ്. ഇപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന പൊതുവ്യത്യാസം -3 ആണെന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ശ്രേണിയിലെ പൊതുവ്യത്യാസം -3 ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികൾ. അടുത്ത ചോദ്യം. മോഡുലസ് ഓഫ് x-2 പ്ലസ് മോഡുലസ് ഓഫ് x-6 = 10 ആണെങ്കിൽ എക്സിൻ്റെ വിലകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. -1ഉം 9. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വിലകൾ -1ഉം 9ഉം ആണ്. അടുത്ത ചോദ്യം. 1/9 = 0.111 ആണെങ്കിൽ √0.444ൻ്റെ ഭിന്നസംഖ്യാരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2/3. √0.44 എന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം 2/3 ആണ്. അടുത്ത ചോദ്യം. P of x = 2x² + 4x - 5 എന്ന ബഹുപദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ശരിയായത് എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ സർക്കാർ സർവീസിൽ നിന്ന് 31/3/2021 വിരമിച്ചു. ആയാൽ 25/9/2000 സർവീസ് ആരംഭിച്ചുവെങ്കിൽ ആകെ സർവീസ് എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം ആയിരിക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ്. 20 വർഷം 6 മാസം 7 ദിവസം. അപ്പോൾ 20 വർഷവും 6 മാസം 7 ദിവസമാണ് അയാളുടെ സർവീസ്, ആകെ സർവീസ്. അടുത്ത ചോദ്യം. ഒരു പ്രത്യേക തരം കോഡ് ഉപയോഗിച്ച് പോലീസ് എന്നത് 763935 എന്ന് എഴുതുന്നു. എന്നാൽ ഇതേ കോഡ് ഉപയോഗിച്ച് ക്യാറ്റ്, ഡോഗ് ഇവയെ എഴുതിയിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 തെറ്റും 2 ശരിയുമാണ്. ഒന്നാമത്തേത് തെറ്റും രണ്ടാമത്താണ് ശരി. ഡോഗാണ് 467 എന്നത്. അടുത്ത ചോദ്യം നോക്കാം. 5 പേരെ ഒരു വൃത്തത്തിന് ചുറ്റും വിവിധ രീതിയിൽ ക്രമീകരിക്കുന്നു. ഇങ്ങനെ എത്ര വിധത്തിൽ ക്രമീകരിക്കാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 24. 5 പേരെ ഒരു വൃത്തത്തിന് ചുറ്റും 24 രീതിയിൽ ക്രമീകരിക്കാൻ കഴിയും. അടുത്ത ചോദ്യം. ശംഖുവിൻ്റെ ഇടയിൽ കുറച്ച് പേരുണ്ട്. അവരുടെ എണ്ണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അത് 9 ആണ്. എന്നാൽ ആകെ ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 12ഉം 3ഉം. അപ്പോൾ ആകെ ആൾക്കാരുടെ എണ്ണം 12ഉം പുരുഷന്മാരുടെ എണ്ണം 3ഉം ആണ്. അടുത്ത ചോദ്യം. 4, 8, 12, 16, 10, 14, 18, 22 ഈ 2 സമാന്തര ശ്രേണികളുടെ 20 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം കാണുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 120. അപ്പോൾ ഈ 2 സമാന്തര ശ്രേണികളുടെ 20 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം 120 ആണ്. അടുത്ത ചോദ്യം നോക്കാം. അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, റൈറ്റ്. അവർ ടീച്ചർ യൂസ്ഡ് ടു സൈറ്റ് മെനി എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. അടുത്ത ചോദ്യം നോക്കാം. ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇൻഫാൻറ്റിസൈഡ്. ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഇൻഫാൻറ്റിസൈഡ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രൈറ്റീരിയ. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ? അടുത്ത ചോദ്യം. മീരാസ് പാരൻസ് ഹെൽപ്ഡ് ഹെർ ടു ഡു ഹെർ ഹോംവർക്ക് ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡിഡ്ന്റ് ദേ. മീരാസ് പാരൻസ് ഹെൽപ്ഡ് ഹെർ ടു ഡു ഹെർ ഹോംവർക്ക് ഡിഡ്ന്റ് ദേ. അടുത്ത ചോദ്യം. അരുൺ ഡാഷ് ഹിസ് പാരൻസ് ലാസ്റ്റ് വീക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാൾഡ് ഓൺ. അരുൺ കാൾഡ് ഓൺ ഹിസ് പാരൻസ് ലാസ്റ്റ് വീക്ക്. അടുത്ത ചോദ്യം നോക്കാം. വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, മെറ്റ്. വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാത്തമാറ്റിക്സ് ഈസ് ബീങ് ടോട്ട് ബൈ ഹെർ. അടുത്ത ചോദ്യം. റീഡ് ദ സെൻറ്റൻസ് ബിലോ ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എനി ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. ദ എറർ ഇഫ് എനി വിൽ ബി ഇൻ വൺ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ഇഫ് ദർ ഈസ് നോ എറർ ദ ആൻസർ ഈസ് ഡി. മാർക്ക് ദ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ഉത്തരം സി ആണ്, ദെൻ ഹീ സ്റ്റാർട്ടഡ് റീഡിങ് എന്നതാണ് തെറ്റായിട്ടുള്ള പാർട്ട് ആ സെൻറ്റൻസിൻ്റെ. അടുത്ത ചോദ്യം. In the question given below, there is a sentence of which some parts have been jumbled up. Rearrange these parts which are labeled P, Q, R, and S to produce the correct sentence. Choose a proper sequence and mark your response in the sheet. P, because they had so little. Q, thousands of years ago. R, our ancestors had to save and store. S, whatever they could save. ഉത്തരം ഓപ്ഷൻ എ ആണ്, QRSP. Q, thousands of years ago. Our ancestors had to save and store whatever they could save because they had so little എന്നാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ ഹാപ്പി ഡേ. എ റെഡ് ലെറ്റർ ഡേ മീൻസ് ഹാപ്പി ഡേ. അടുത്ത ചോദ്യം നോക്കാം. പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്നാമൻ. അപ്പോൾ പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണമാണ് ഒന്നാമൻ. അടുത്ത ചോദ്യം. താമര അധികം കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? ഉത്തരം എ ആണ്, ദ്വിത്വസന്ധി. അപ്പോൾ താമര അധികം കുളം എന്നത് ചേർത്തെഴുതുമ്പോൾ ദ്വിത്വസന്ധിയിലാണ് വരുന്നത്. അടുത്ത ചോദ്യം. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം. ഉത്തരം എ ആണ്, വളരെ സംഗ്രഹിക്കുക. അപ്പോൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം വളരെ സംഗ്രഹിക്കുക എന്നതാണ്. അടുത്ത ചോദ്യം. സൂര്യൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സോമൻ. അപ്പോൾ സൂര്യൻ്റെ പര്യായപദമാണ് ആദിത്യൻ, അരുണൻ, ആര്യമാവ് എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. വെള്ളായപ്പൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കടൽത്തീരത്ത്. അപ്പോൾ കടൽത്തീരത്ത് എന്ന കൃതിയിലെ
കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. അടുത്ത ചോദ്യം നോക്കാം. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് PC ഗോപാലൻ. അപ്പോൾ PC ഗോപാലനാണ് നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. അടുത്ത ചോദ്യം. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി? ഉത്തരം ഓപ്ഷൻ സി ആണ് ഓടക്കുഴൽ. അപ്പോൾ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം? ഉത്തരം ഓപ്ഷൻ എ ആണ് ക്രൊക്കഡൈൽ ടിയേഴ്സ്. അപ്പോൾ മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനമാണ് ക്രൊക്കഡൈൽ ടിയേഴ്സ്. അടുത്ത ചോദ്യം. അക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അക്കിലസ് ഹീൽ. അക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ് അക്കിലസ് ഹീൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.